കീബോർഡിൻ്റെ ഒരു കീ മാത്രമാണ് കംപ്ലൈൻറ്റ്, അത് മാത്രം ഒന്ന് മാറ്റി തരുമെന്ന് വെച്ചിട്ടാണ് കസ്റ്റമർ നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പുതിയ മോഡൽ ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെയിം കീബോർഡ് നമ്മളെ കയ്യിലില്ലായിരുന്നു. കീബോർഡ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. ഒറിജിനൽ കീബോർഡ് വിത്ത് ബാക്ക് ലൈറ്റ് വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ കീയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ കീബോർഡ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ കീ വർക്കിംഗ് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ മദർ ബോർഡ് ഊരിയിട്ട് കീബോർഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബിൽട്ടിൻ കീബോർഡ് ആയതുകൊണ്ട് ലാപ്ടോപ്പ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ബോർഡിന് താഴെ വരുന്ന ഷീൽഡ് നല്ല വൃത്തിയിലെടുത്താൽ തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. പലരും ഈ ഷീൽഡ് പറിച്ചെടുക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീൽഡ് പെട്ടെന്ന് തന്നെ ബെൻഡാവും. പിന്നെ തിരിച്ച് ബോർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ബോർഡിൽ ടച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കീബോർഡ് ബോഡിയിൽ സീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഫിക്സിങ്ങും പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. ഫിക്സിങ്ങിന് ശേഷം മദർ ബോർഡ് കണക്ട് ചെയ്ത് വർക്കിംഗ് പെർഫെക്റ്റ്ലി ഓക്കെ ആണോ എന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമറിന് ലാപ്ടോപ്പ് ഡെലിവറി ചെയ്തത്. ലാപ്ടോപ്പിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം.